കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീഡിയയിലൂടെ വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം. ഈ മീഡിയയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് ഇന്ന് വേദചിന്തയ്ക്കായിട്ട് വായിക്കുന്നത്. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യേശു കർത്താവ് അവകാശപ്പെടുന്ന ഒരു പ്രധാനമായ വിഷയമാണ് ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ആടുകൾ എന്ന് പറയുമ്പോൾ തന്നെ നാം ശ്രദ്ധിക്കുക, യേശു ദൈവമായിട്ടും അവൻ്റെ സൃഷ്ടികളായ മനുഷ്യർ ആടുകളുമായിട്ടാണ് നമുക്ക് തിരുവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ തന്നെ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, യേശു ദൈവപുത്രനായി ഈ ലോകത്തിലേക്ക് വന്ന് അവൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ജനം അവൻ താൻ ആടുകളായിട്ടാണ് അവരെ കാണുകയും അവരെ പരിപാലിക്കുകയും അവർക്ക് വേണ്ട ആലോചനകൾ നൽകുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. നാം ഒക്കെ തെറ്റിപ്പോയ ആടുകളാണ്. ഒരു പോയിന്റ് അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നാം തെറ്റിപ്പോയ ആടുകൾ. യെശയ്യാപ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യേശു കർത്താവിന് ഏകദേശം 750 വർഷം മുമ്പ് യെശയ്യാവ് പ്രവചിക്കുമ്പോൾ പറയുകയാണ്, നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. അപ്പോൾ ആടുകൾ എന്ന് പറയുമ്പോൾ അവരെ നിയന്ത്രിക്കുന്ന, അവരെ പരിപാലിക്കുന്നത് പോലെ ഇരിക്കും ആടുകളുടെ സ്വഭാവം. അപ്പോൾ ആടുകളെല്ലാം തെറ്റിപ്പോയിരിക്കുകയാണ്. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക്. ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അവസ്ഥ നോക്കിയാൽ ഓരോരുത്തരും ആർക്കും ഉപദേശം താല്പര്യമില്ല, ആർക്കും ദൈവവചനം അവർ അംഗീകരിക്കുന്നില്ല. എല്ലാവരും തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ബോധിച്ചതുപോലെയാണ് അവർ ഓരോരുത്തരും നടക്കുന്നത്, ജീവിക്കുന്നത്. എന്നാൽ താൻ്റെ വഴിക്ക് അവർ തിരിഞ്ഞു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം നമ്മുടെ കർത്താവിൻ്റെ മേൽ ചുമത്തി അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ പാപികളും തെറ്റിപ്പോയതുമായ നമ്മെ, ദൈവത്തോട് ബന്ധമില്ലാതെ പോയ നമ്മെ ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തു സ്നേഹിക്കുന്നു എന്നാണ് നമുക്ക് ഈ വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളും തെറ്റിപ്പോയ ആടുകളുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഒരവസരം സർവശക്തനായ ദൈവം ഒരുക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. മറ്റൊന്നും കർത്താവ് നിങ്ങളെക്കൊണ്ട് ആവശ്യപ്പെടുന്നില്ല, നിങ്ങളെക്കൊണ്ട് ചോദിക്കുന്നില്ല. യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, അങ്ങൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, അങ്ങൻ്റെ രക്ഷകനായി, എന്നെ നിയന്ത്രിക്കുന്നവനായി, എൻ്റെ റിഡീമറായി എന്നോടുകൂടി ഇരിക്കണമെന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നാം കൈവിടപ്പെട്ടു പോകത്തില്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 95-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കിലെ ആടുകളും തന്നെ. ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കിലെ ആടുകൾ. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, ദൈവത്താൽ പരിപാലിക്കപ്പെടുന്ന, ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന, ദൈവത്താൽ ആമേൻ ഹല്ലേലൂയ സൂക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനമാണ് നാം ഓരോരുത്തരും. ദൈവത്തിന് സ്തോത്രം. രാഷ്ട്രങ്ങളിൽ നിന്ന് ആ ദൈവ വഴി വിട്ട് പോകുമ്പോൾ, വ്യക്തികളിൽ നിന്ന് ആ ദൈവ വഴി വിട്ടു പോകുമ്പോൾ, ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കർത്താവ് ഒരു നല്ല മാതൃകയാണ്, നല്ലൊരു വഴികാട്ടിയാണ് അവൻ കാണിച്ചതെന്ന് നാം സങ്കീർത്തന പുസ്തകം 23-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. അത് നമ്മുടെ ദൈവം നമ്മുടെ ഇടയനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും മുട്ടുവരുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ജീവിതത്തിൽ പ്രയാസത്താലോ ഭാരത്താലോ നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ പ്രശ്നങ്ങളും ആ ഭാരങ്ങളും നീക്കി നിങ്ങൾക്കും എനിക്കും സമാധാനവും സ്വസ്ഥതയും തരുവാൻ കർത്താവ് മതിയായവനാണ്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാം അധ്യായത്തിന് 4:1 മുതൽ 7 വരെയും നമ്മൾ വായിക്കുമ്പോൾ, കാണാതെ പോയ ആടുകളായിരുന്നു നാം ഓരോരുത്തരും. കാണാതെ പോയതിനെ തിരഞ്ഞുരക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കാണാതെ പോയ ആടുകളാണ്. ദൈവത്തിന് സ്തോത്രം. അതിന് 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളിൽ വസിക്കും,
കൊമ്പനും മുന്തിരി വലയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയുന്നതല്ല. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയയില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ വസിക്കാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ നല്ലൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നത്. ഇവിടെ കർത്താവ് പറയും, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ് ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുകയാണ്. പ്രിയരെ, അതെ, ആ നല്ല ഇടയനായ കർത്താവ് നമ്മെ ഒന്ന് രൂപപ്പെടുത്തുകയാണ്, നമ്മെ ഒന്ന് ശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നിർമ്മലതയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുകയാണ്. ആ നിർമ്മല സാന്നിധ്യത്തിലേക്ക്, ആ നിർമ്മല അനുഭവത്തിലേക്ക്, ആ സത്യത്തിലേക്ക് നിങ്ങൾക്കും എനിക്കും കടന്നു വരുവാനായിട്ട് കഴിയണമെന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഒരു പക്ഷേ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ, പ്രതികൂലങ്ങളുടെ നടുവിൽ നിങ്ങളോ ഞാനോ തളർന്ന് ക്ഷീണിച്ചു പോകുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, യേശു നമ്മുടെ താഴ്ചയിൽ നിന്ന്, നമ്മുടെ തളർച്ചയിൽ നിന്ന്, നമ്മുടെ വൈകല്യങ്ങളിൽ നിന്ന് നമ്മെ ഉദ്ധരിച്ച് നമ്മെ തികച്ചും ഒരാത്മീയനാക്കി തീർക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ സ്നേഹത്തിലേക്ക്, ഈ കൃപയിലേക്ക് നിങ്ങളേവരെയും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.